മഴതോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബബിതയുടെയും കൃഷ്ണമോളുടെയും സംസാരങ്ങളെല്ലാം കേട്ടിട്ട് ബാലചന്ദ്രന് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ അവിടെ നിന്ന് അവരുടെ ആ അവസ്ഥയെക്കുറിച്ചൊക്കെ ചിന്തിച്ചു പോവുകയാണ്. ബാലചന്ദ്രൻ ഉടനെ തന്നെ അലീനയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയം അലീന ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് ബാലചന്ദ്രൻ കേൾക്കുകയാണ്. ബാലചന്ദ്രന് സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് അലീന സംസാരിക്കുന്നത് രേവതിക്കുട്ടിയോടാണെന്ന്. രേവതിക്കുട്ടിയോട് അലീന പറയുകയാണ്, ചേച്ചിക്ക് ആരെയും വിഷമിപ്പിക്കേണ്ട മോളെ, ചേച്ചിയുടെ ജീവിതം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നാൽ മതി എന്ന് മാത്രമാണ് ചേച്ചി ആഗ്രഹിച്ചിട്ടുള്ളത്. ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുതെന്നും. ഇന്നിപ്പോൾ മനുവേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരാഗ്രഹം തോന്നിയത് ഞാൻ കാരണമാണെന്ന് എനിക്ക് എപ്പോഴൊക്കെയോ തോന്നി തുടങ്ങിയിരിക്കുന്നു. ഞാൻ മനുവേട്ടനോട് എന്തിനെന്നില്ലാത്ത സ്വാതന്ത്ര്യമൊക്കെ കാണിച്ചുപോയി. അതുകൊണ്ടായിരിക്കും മനുവേട്ടന് അങ്ങനെയൊക്കെ തോന്നാനുണ്ടായ കാരണം. ബബിതയും കൃഷ്ണമോളും ഇടം വലം വിടാതെ എന്നെ പിടിച്ചിരിക്കുകയാണ്. അച്ഛനോട് ഞാൻ എന്താണ് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത്? അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ലല്ലോ. അച്ഛൻ എന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കണമെന്നാണ് മോളെ ഞാനും വിചാരിക്കുന്നത്. കാരണം എനിക്ക് താങ്ങും തണലുമായിട്ട് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രേവതിക്കുട്ടി തിരിച്ച് അലീനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയുടെ ആഗ്രഹം എന്താണെന്ന്. അലീന അതിനും മറുപടി പറയുന്നത്, അച്ഛൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്ന്. രേവതിക്കുട്ടിയോട് അങ്കിളിൻ്റെയും ഗ്രേസമ്മാൻ്റെയും ഒക്കെ വിശേഷങ്ങൾ ചോദിച്ച് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ബാലചന്ദ്രൻ അലീനയുടെ മുറിയിലേക്ക് കടന്നു വരികയാണ്. അലീനയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് ഈ അച്ഛനറിയാം. എൻ്റെ വിഷമങ്ങൾ കാരണം നീ അതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണെന്നും അച്ഛനറിയാം. പക്ഷേ അച്ഛനതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നതാണ് കേട്ടോ, കാണാഞ്ഞിട്ടല്ല. നീ ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് പോണ്ട. നിൻ്റെ സഹോദരങ്ങൾക്കൊപ്പം നീ ഇവിടെ തന്നെ നിന്നാൽ മതി. അത് തന്നെയാണ് മോളെ ഈ അച്ഛൻ്റെയും ആഗ്രഹം. അലീനയ്ക്ക് ആ വാക്കുകൾ മനസ്സുകൊണ്ട് സന്തോഷമായെങ്കിലും അലീന ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ അങ്ങനെ വേണ്ട. അച്ഛൻ്റെ ഇഷ്ടങ്ങൾക്ക് മറികടന്നുകൊണ്ട് എനിക്കിനി ഒരു ഇഷ്ടങ്ങളൊന്നുമില്ല. അച്ഛൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് മാത്രം നടന്നാൽ മതിയെന്ന്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് നീ ഇവിടെ നിൽക്കുന്നു എന്ന് കരുതി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് നടക്കാതൊന്നും ഇരിക്കത്തില്ല. ഞാൻ പറയുന്ന പോലെ നീ കാര്യങ്ങൾ ചെയ്താൽ മതി. നീയും നിൻ്റെ സഹോദരങ്ങളും ഞാനും, അതായിരിക്കണം നിൻ്റെ ലോകം. അതിനിടയിലേക്ക് മുത്തശ്ശിയില്ല എന്നല്ല, മുത്തശ്ശിയുടെ കാര്യങ്ങളും നിനക്ക് നോക്കാം. പക്ഷേ നിൻ്റെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയെ നീ വകവയ്ക്കരുത്. നിൻ്റെ ജീവിതത്തിലേക്ക് അവരെ നീ വിളിച്ച് കയറ്റരുത്. അതിന് സമയമാവുമ്പോൾ ഈ അച്ഛൻ നിന്നോട് പറഞ്ഞോളാം. അച്ഛൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളാവട്ടെ എന്ന് അലീനയും പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ തിരിച്ച് പുറത്തേക്ക് നടക്കാൻ നേരം അലീന വീണ്ടും ചോദിക്കുകയാണ്, അച്ഛാ അപ്പോൾ ഞാൻ പെട്ടി പാക്ക് ചെയ്യേണ്ടെന്നാണോ അച്ഛൻ പറയുന്നത്? ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് അലീനയോട് അതേ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അലീനയ്ക്ക് സങ്കടവും സന്തോഷവും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കായിരുന്നു. തൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായി അവൾ രോഹിത്തിനെ തന്നെയാണ് വിളിക്കുന്നത്. രോഹിത്ത് വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കുന്നുണ്ട്. രോഹിത്ത് അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തായി ചേച്ചി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്ന്. അലീന നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്കിളുമായി വൈജ ജാമ്യത്തിൽ ഇറങ്ങി വന്നതും ബാലചന്ദ്രനോട് തൻ്റെയും മനുവേട്ടൻ്റെയും വിവാഹകാര്യം അങ്കിള് സംസാരിച്ചതും ബാലചന്ദ്രനെ കുറ്റപ്പെടുത്തിയതും പിന്നെ അമ്മയ്ക്ക് വേണ്ടി താനിനി ജീവിക്കണമെന്ന് അങ്കിള് ആവശ്യപ്പെട്ടതുമല്ല. ഇതെല്ലാം കേൾക്കുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്. രോഹിത്ത് ചോദിക്കുന്നുണ്ട്, ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്കിളിന് അതിനുള്ള മറുപടി ഞാൻ കൊടുത്തേനെ. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയാൻ അങ്കിളിന് എന്തവകാശമാണുള്ളത്? ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചതും ചേച്ചിയെ തട്ടിക്കൊണ്ടു പോവാനായിട്ട് സഹോദരന്മാരെ ഏൽപ്പിച്ചതൊക്കെ അവരങ്ങ് മറന്നു കാണും. ശരിയാണ്, അമ്മയുടെ വാക്കുകൾ കേട്ട് ഞങ്ങളും ചേച്ചിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ അച്ഛനെപ്പോലെ തന്നെ ഞാനും സമ്മതിക്കില്ല ചേച്ചി. അങ്ങനെ ഒറ്റയടിക്ക് അമ്മയുടെ മുമ്പിൽ ചേച്ചിയെ ഒന്നുമല്ലാതാക്കി മാറ്റാൻ.
അമ്മ എല്ലാം നടത്തിക്കൂട്ടിയിട്ട് അങ്ങനെ അങ്ങ് എളുപ്പവഴിയായാൽ എങ്ങനെയാ ശരിയാവുക? രോഹിത്തിനോട് അലീന പറയുന്നുണ്ട്. അച്ഛനെന്നോട് ഇപ്പോൾ ഇവിടെ നിന്നും പോകണ്ടെന്നാണ് രോഹിത്തെ പറയുന്നത്. അത് ഇവിടെ അവർ രണ്ടാളും വല്ലാതെ വാശി പിടിക്കുന്നു, ഞാനിവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ, ഇവിടെ തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അത് വേണ്ടില്ലായിരുന്നു ചേച്ചി. അമ്മയുടെ മുമ്പിൽ അങ്ങനെ ഇപ്പോൾ ചേച്ചി അവിടെ നിൽക്കണ്ടായിരുന്നു. അത് അച്ഛൻ തോറ്റ പോലെ ആയിപ്പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, അച്ഛൻ എന്നോട് ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. അമ്മയുടെ കാര്യങ്ങളൊന്നും ഇടപെടരുതെന്നും, ഞാനും ബബിതയും കൃഷ്ണമോളും അച്ഛനും പിന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങൾ എനിക്കിഷ്ടമുണ്ടെങ്കിൽ നോക്കാം. അമ്മയോട് ഒരു കാര്യത്തിലും ഇടപെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ചേച്ചി എനിക്കും പറയാനുള്ളത് എന്നെല്ലാം അവർ പരസ്പരം സംസാരിച്ച് രോഹിത്ത് കോള് കട്ട് ചെയ്യാണ്. അലീനയ്ക്ക് എന്തെന്നില്ലാത്ത വിഷമമുണ്ട്. താൻ ആഗ്രഹിച്ച അമ്മയുടെ സ്നേഹം കിട്ടാൻ താൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സമയമുണ്ടായിരുന്നു. അന്നൊന്നും അത് തരാനായിട്ട് വൈജയ്ക്കും കഴിഞ്ഞിരുന്നില്ല. എന്നാലിപ്പോൾ വൈജ അത് ആത്മാർത്ഥമായിട്ടാണോ മറ്റുള്ളവരോടുള്ള വാശിപ്പുറത്താണോ കാട്ടിക്കൂട്ടുന്നതെന്ന് പോലും തനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ അലീന ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്താരോ വന്ന ശബ്ദം കേൾക്കുന്നത്. ശബ്ദം കേട്ട് അതാരെന്ന് ശ്രദ്ധിക്കുമ്പോഴായിരുന്നു അത് കമലയുടെ ശബ്ദമായിരുന്നു. അലീന പതിയെ സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെല്ലും തോറും കമലയുടെ ശബ്ദം വളരെ ഉച്ചത്തിൽ തന്നെ കേൾക്കാമായിരുന്നു. അതെ, കമല സംസാരിക്കുന്നത് അലീനയുടെയും മനുവിൻ്റെയും വിവാഹത്തെക്കുറിച്ച് തന്നെയാണ്. സംസാരിക്കുന്നതും ബാലചന്ദ്രനോടും. ബാലചന്ദ്രൻ വളരെ ദേഷ്യത്തിൽ തന്നെയാണ് കമലയെ നോക്കി നിൽക്കുന്നത്. ബാലചന്ദ്രൻ തിരിച്ചൊന്നും പറയുന്നില്ല. കമല എന്തൊക്കെ പറയുമെന്ന് കേൾക്കാൻ വേണ്ടി തന്നെ. കമലയുടെ സംസാര രീതി ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്കിവിടെ വേലക്കാരിയെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വെച്ചുകൊണ്ടിരിക്കാം. അത് എന്ത് നുണ പറഞ്ഞിട്ടാണെങ്കിലും ആരെ കണ്ണ് കെട്ടിയിട്ടാണെങ്കിലും. കുറച്ചു കാലം പറഞ്ഞു എവിടെ നിന്നോ അച്ഛൻ ഇറക്കുമതി ചെയ്ത മുതലാണെന്ന്. പിന്നെ അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ പറഞ്ഞുണ്ടാക്കി ബാലചന്ദ്രന് ഏതോ സ്ത്രീയിൽ ഒരു കാലത്തുണ്ടായ മകളാണെന്ന്. ഇനിയും പല കഥകളും നിങ്ങൾ ഇറക്കുമെന്നും ഈ കമലയ്ക്കറിയാം. എങ്കിലേ എൻ്റെ മകനെ കണ്ടിട്ടാണ് ഇവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളന്ന് അങ്ങ് മറന്നേക്ക്. അതിൻ്റെ ആവശ്യം എൻ്റെ മകനില്ല. അവനെ നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല അച്ഛനും അമ്മയ്ക്കും നല്ല തറവാട്ടിലും ജനിച്ചവനാ. അച്ഛനാരെന്നും അമ്മയാരെന്നും അറിയാത്ത കണ്ട തെണ്ടിപ്പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അവൻ ജീവിക്കേണ്ട ആവശ്യമൊന്നും എൻ്റെ മകനില്ല. ഇതൊക്കെ എൻ്റെ കുടുംബത്തറിഞ്ഞാലുണ്ടാവുന്ന അവസ്ഥ എന്താണെന്ന് ബാലചന്ദ്രൻ അറിയാമോ? എൻ്റെ ഭർത്താവായ ശിവന് നിങ്ങളുടെ മുമ്പിൽ വന്ന് കിടന്ന് സംസാരിക്കാനുള്ള താല്പര്യമോ ആവശ്യമോ ഇല്ലായിരിക്കും. പക്ഷേ ഈ കമലയ്ക്ക് അങ്ങനെയല്ല. ഞാനേ നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. എനിക്ക് എൻ്റെ സഹോദരങ്ങളോടൊക്കെ മറുപടി പറയേണ്ടി വരും. നിൻ്റെ മൂത്ത മകൻ വിവാഹം കഴിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാലേ നാത്തൂൻ്റെ വീട്ടിലെ, അതായത് ഭർത്താവിൻ്റെ സഹോദരിയുടെ വീട്ടിലെ വേലക്കാരിയാണെന്ന് പറയേണ്ട ഗതികേട് ഈ കമലയ്ക്ക് വന്നിട്ടില്ല. നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ആലോചിച്ചോ ബാലചന്ദ്ര, ഇവളെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകനെ കണ്ടിട്ടാണെങ്കിൽ അത് വേണ്ടെന്ന്. അപ്പോഴായിരുന്നു കമലയുടെ കണ്ണിൽ സ്റ്റെയറിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അലീനയെ കണ്ടത്. അലീനയെ കണ്ടതും കമല കുറച്ചുകൂടി രൂക്ഷഭാവത്തിൽ അലീനയുടെ അടുത്തേക്ക് നടന്ന് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയെ ഈ ലോകത്തുള്ള സകല ആണുങ്ങളെയും വല വീശി പിടിച്ചു. വന്ന് കയറിയ ഉടനെ ആയ രോഹിത്തിനെ അവൻ്റെ വഴിക്കാക്കി. അത് കഴിഞ്ഞ് എൻ്റെ മക്കളെ ഇളയവനെ ഒരു വഴിക്കാക്കി ജയിലിലാക്കിയപ്പോൾ നിനക്ക് സമാധാനം കിട്ടി. ഇനിയിപ്പോൾ നിനക്ക് മൂത്തവനെ വേണം. അവൻ ഏതാണ്ട് നിൻ്റെ കാൽ ചുവട്ടിൽ പതിഞ്ഞ് തന്നെ കിടക്കുകയാണ്. നിന്നെ വിവാഹം കഴിക്കണം പോലും ലോകത്ത് വേറെ പെണ്ണില്ലാത്തതുപോലെ. കമലയുടെ വാക്കുകൾ അലീനയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അലീന തൻ്റെ നാവിൽ നിന്നും ഒരക്ഷരം പോലും കമലയോട് തിരിച്ച് പറയരുതെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അലീന നിൽക്കുന്നത്. അലീന എപ്പോഴൊക്കെയോ
മനുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം കയറിക്കൂടാൻ താനും കൂടി കാരണക്കാരിയായെന്നൊരു കുറ്റബോധവും അലീനയ്ക്കുണ്ടായിരുന്നു. എങ്കിലും അലീന കമലയോട് പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങളുടെ മകൻ്റെ ഭാര്യയായി ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കുകയും വേണ്ട. മതിയടി വേലക്കാരി, നിൻ്റെ നാടകം. എൻ്റെ മകനെ വല വീശി നിൻ്റെ വലയിലാക്കിയിട്ട് ഇപ്പോൾ അവൾ പറയുന്നു അവൾ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ലെന്ന്. നീ പിന്നെ എന്താടി ആഗ്രഹിച്ചത്? ഈ ലോകത്ത് വേറെ ഒരു പെണ്ണും ഇല്ലെന്ന ഭാവത്തിലാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അവൻ അലീനയെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന്. ഇതൊക്കെ എവിടെ നിന്നാടി അവൻ പഠിച്ചു വന്നിരിക്കുന്നത്? നീ പഠിപ്പിച്ചു വിട്ടതല്ലാതെ. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന ബബിതയ്ക്കും കൃഷ്ണമോൾക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ബബിത കമലയ്ക്ക് നേരെ ചാടിക്കടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ നിങ്ങളുടെ ഇളയ മകനെ ജയിലിലാക്കിയിട്ട് ഇപ്പോൾ സമാധാനമില്ലാതെയാണ് ചേച്ചി മൂത്താളുടെ വലയിലാക്കാൻ നടക്കുന്നതെന്ന്. ഇതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ച പഠിപ്പാണ്? നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് ബോധം വന്നിട്ടില്ലേ നിങ്ങളുടെ മകൻ എങ്ങനെയാണ് ജയിലിലായതെന്ന്? ബബിതയുടെ വാക്കുകൾ കേൾക്കെ കമലയ്ക്ക് വല്ലാത്തൊരു സംശയം തോന്നുകയാണ്. ഇവളൊക്കെ ഇങ്ങനെ മാറിയോ? ഈ അലീന എന്ന് ഇവളെന്താ ഇങ്ങനെ? ഇവൾ ആരെയും സ്നേഹിച്ച് നടിപ്പ് കാണിച്ചുകൊണ്ട് വലയിലാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോവുകയാണ് കമല. വീണ്ടും ബബിത ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? നിങ്ങളുടെ വായിൽ നാവില്ലാതെ ആയോ? എന്നാണെന്ന് നിങ്ങളുടെ മക്കളെ വല വീശി പിടിക്കാനായിട്ട് ചേച്ചി അവിടേക്ക് വന്നത്? നിങ്ങൾക്ക് എന്തും പറയാമെന്നായോ? ചേച്ചിയെ നിങ്ങളുടെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ മനുവേട്ടൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്നെ അവിടേക്കാണ് ചേച്ചിയെ കൊണ്ടുപോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ചേച്ചി എന്തായാലും മനുവേട്ടന് വിവാഹം കഴിച്ച് കൊടുക്കാനും ഞങ്ങളതിന് തീരുമാനിച്ചിട്ടുമില്ല. ഇനിയും ചേച്ചിയെ നിങ്ങളുടെ മുമ്പിലിട്ട് നരകിപ്പിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടെയുള്ളവർ. ഇത് കേൾക്കുന്ന കമല ബബിതയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോടി നിൻ്റെ കൂടപ്പിറപ്പുകളെ ആരെങ്കിലുമാണ് എൻ്റെ മകൻ വന്ന് കെട്ടിക്കൊണ്ട് പോകണതെന്ന്. അങ്ങനെയായിരുന്നെങ്കിലേ എനിക്ക് പറയുന്നതിന് കുറച്ചും കൂടി അന്തസ്സുണ്ടായിരുന്നടി. ശിവേട്ടൻ്റെ പെങ്ങളുടെ മകളെയാണ് എൻ്റെ മകൻ വിവാഹം കഴിക്കുന്നതെന്ന്. ഇത് ഞാൻ എന്താടി പറയേണ്ടത്? നിൻ്റെയൊക്കെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ ഇവളേതോ കൊമ്പ് കോർത്ത അച്ഛൻ്റെയും അമ്മയുടെയും മോളാണെന്നും അവളെ ഞങ്ങൾക്ക് കിട്ടുന്നത് പുണ്യമാണെന്നൊക്കെ. അതെ, നിങ്ങൾക്കല്ലെങ്കിലും അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ചേച്ചിയെപ്പോലൊരു പെൺകുട്ടിയെ നിങ്ങളുടെ മരുമകളായി കിട്ടാൻ മാത്രം നിങ്ങൾ യാതൊരു ഗുണവും ചെയ്തിട്ടില്ല. പിന്നെങ്ങനെയാണ്? എന്തായാലും ആ ഗുണവും ദോഷവും ഒന്നും തന്നെ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ വേണ്ട. നീ ഈ പറഞ്ഞ നിൻ്റെ വേലക്കാരി ചേച്ചിയെ വല്ല വേലക്കാരന്മാർക്കും കെട്ടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിലേ ഇവളെപ്പോലെ വല്ല തന്തയും തള്ളയും ആരാണെന്നറിയാതെ അലഞ്ഞ് നടക്കുന്നവന്മാരുണ്ടാവും, അവന്മാർക്ക് പിടിച്ചു കൊടുത്താൽ മതി എന്ന് കമല പറഞ്ഞു തീരുന്നതിന് മുമ്പ് ബാലചന്ദ്രൻ്റെ ഒരലർച്ചയായിരുന്നു കമല കേട്ടത്. നിർത്തുന്നുണ്ടോ നിങ്ങളുടെ നാവ്? അല്ലെങ്കിൽ ഞാനത് ചവിട്ടിന്ന് പുറത്തേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കമലയുടെ നേരെ അലറി വിളിച്ചു. ബാലചന്ദ്രൻ കമലയോടായി പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ. ഈ ലോകത്ത് ആരൊക്കെ എതിർത്താലും മനുവും അലീനയും ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ബാലചന്ദ്രൻ്റെ കൊക്കിൽ ജീവനുള്ള കാലത്തോളം അത് ബാലചന്ദ്രൻ നടത്തി കൊടുക്കുക തന്നെ ചെയ്യും. നിങ്ങളോട് ആരാണ് പറഞ്ഞത് അവൾ അനാഥയാണെന്ന്? അവൾക്ക് അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തവളാണെന്ന്? ബോധമില്ലാത്ത നിങ്ങൾക്ക് മാത്രമാണ് അതറിയാത്തത്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം അവളുടെ അച്ഛൻ ആരാണെന്നും അമ്മ ആരാണെന്നും. നിങ്ങളെപ്പോലെ ഒരു വിവരം കെട്ട സ്ത്രീയോട് അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ബാധ്യതയൊന്നും ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രനില്ല. നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ നിങ്ങളുടെ ശിവേട്ടൻ എന്ന ഭർത്താവിന് ഇവിടേക്ക് വന്ന് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. അത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അയാൾക്ക് കുറച്ച് ബോധം വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അയാൾക്കറിയാം ഈ നിൽക്കുന്ന അലീന ആരാണെന്ന്. കുടുംബസ്വത്ത് കയ്യിൽ വെച്ചിട്ട് കുറച്ച് നോക്കി നടത്തി കൊണ്ടുപോരുന്നുണ്ടല്ലോ. ഇടയ്ക്ക് അതിൻ്റെ ആധാരമൊന്ന് ചോദിച്ച് ഭർത്താവിനിൽ നിന്നും
വാങ്ങിച്ചേക്ക്. വായിക്കാനറിയാമെങ്കിൽ അതൊന്ന് വായിച്ചുകൂടി നോക്കിയേക്ക്. അതിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ ഭൂമിയുടെയും പറമ്പിൻ്റെയും ഒക്കെ വെറും നോട്ടക്കാർ മാത്രമാണ് നിങ്ങളെന്നും അതിൻ്റെ അവകാശി മറ്റൊരാളാണെന്നും. ആ അവകാശിയെ മനസ്സിലാകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. ബാലചന്ദ്രൻ പറഞ്ഞത് ശരിയാണെന്നും അയാളെ ഞാൻ കണ്ടെത്തിയെന്നും. കമലയ്ക്ക് ബാലചന്ദ്രൻ പറയുന്ന ഒരു വാക്കും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ബാലചന്ദ്രൻ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന ചിന്തയിലായിരുന്നു കമല ബാലചന്ദ്രനോടായി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്വബോധം നഷ്ടപ്പെട്ടോ ബാലചന്ദ്ര? നിങ്ങൾ എന്തൊക്കെയാണ് എന്നോട് ഈ വിളിച്ച് പറയുന്നതെന്ന്? കുടുംബസ്വത്തിൻ്റെ അവകാശിയോ? ആര്? ഇവളോ? അതാണോ ബാലചന്ദ്രൻ പറഞ്ഞു വന്നതിനർത്ഥം? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ കമലയെടത്തി. ഞാൻ പറഞ്ഞത് ആ കുടുംബസ്വത്തിൽ ഒരവകാശി കൂടിയുണ്ടെന്നും അതാരാണെന്നൊന്നും വായിച്ച് നോക്കാനും മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് അലീനയാണെന്ന് ബാലചന്ദ്രൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവരേക്കാളും സാമർത്ഥ്യമുള്ള സ്ത്രീയല്ലേ, നിങ്ങൾ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കേ. ബാലചന്ദ്രൻ വെറുതെയൊന്നും അങ്ങനെ വാവിട്ട് ഒരു വാക്കും പറയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴും അലീന, വേണ്ട അച്ഛാ, അവർ പറയുന്നതിൽ കാര്യമില്ലേ. എവിടെ നിന്നോ കയറി വന്ന ഒരു പെണ്ണ് അവരുടെ മകൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ ഏതൊരമ്മയ്ക്കായാലും ഉണ്ടാവുന്ന വിഷമമാണ് അവർ പറഞ്ഞത്. അതിന് ദൈവത്തെ ഓർത്ത് അച്ഛൻ അവരെ ഒന്നും പറയരുത്. കമലയുടെ അടുത്തേക്ക് ഒന്നുകൂടി നടന്നു വന്നുകൊണ്ട് അലീന കൈകൂപ്പി തന്നെ പറയുകയാണ്, അച്ഛൻ പറഞ്ഞതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. നിങ്ങൾ സമാധാനത്തോടു കൂടി തന്നെ പോയിക്കോളൂ. നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് അലീന വലിഞ്ഞു കയറി വരില്ല. അത് ഒരിക്കലും വരില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും അത് നിങ്ങളുടെ മകനോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എന്നെ കാത്തിരിക്കേണ്ട ഒരാവശ്യവുമില്ലെന്ന്. ഇത് കേൾക്കുന്ന കമല അലീനയോട് പറയുന്നുണ്ട്, അതിനീ കമലയ്ക്ക് നിൻ്റെ ഔദാര്യമൊന്നും വേണ്ടടി. അവന് നല്ലൊരു പെൺകുട്ടിയെ കണ്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആളാണ്. എനിക്കറിയാം അവനോട് അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന്. നീ ഇനി അവൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വരരുതെന്ന് മാത്രമാണ് ഈ ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അലീന വീണ്ടും പറയുന്നുണ്ട്, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് മനസമാധാനത്തോടു കൂടി പോകാം. ഇവിടെ വരരുതെന്ന് മനുവേട്ടനോട് പറയാനുള്ള അവകാശം എനിക്കില്ല. കാരണം ഇത് മനുവേട്ടൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ വീടാണ്. ഇവിടെ വരരുതെന്ന് പറയാനുള്ള അവകാശം മനുവേട്ടൻ്റെ അച്ഛൻ്റെ സഹോദരിക്കും അവരുടെ ഭർത്താവിനും അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഈ വേലക്കാരിക്ക് അതിനുള്ള അവകാശമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനുവേട്ടനോട് മിണ്ടാതിരിക്കാനുള്ള അവകാശവും അദ്ദേഹത്തെ കാണാതിരിക്കാനുള്ള അവകാശവും എൻ്റേതാണ്. ആ അവകാശം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പ് തരുന്നു. ഇനി ഒരിക്കലും നിങ്ങളുടെ മകനോട് ഞാൻ സംസാരിക്കില്ല. നിങ്ങളുടെ മകൻ വരുന്നിടത്തേക്ക് ഈ അലീന പോവില്ല. ഇത് അലീനയുടെ വാക്കാണ്. ഞാനായിട്ട് ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഓരോ ദിവസവും എഴുന്നേറ്റ് വരുമ്പോൾ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അങ്ങനെയുള്ള ഈ ഞാൻ കാരണം നിങ്ങൾക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കമലയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുകയാണ് അലീന. ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും മറ്റൊരു മുറിയുടെ വാതിക്കൽ നിൽക്കുന്നുണ്ടായിരുന്നു വൈജയുടെ കണ്ണിൽ നിന്നും കുടുകുട കണ്ണുനീർ പൊഴിക്കുന്നുണ്ടായിരുന്നു. വൈജയ്ക്ക് കമലയുടെ മുഖത്തടിച്ച പോലെ പറയണമെന്നുണ്ടായിരുന്നു, നിങ്ങളുടെ മകൻ എൻ്റെ മകൾക്ക് വേണ്ടെന്ന്. എൻ്റെ മകൾക്ക് നിങ്ങളുടെ മകനേക്കാളും യോഗ്യനായ ഒരു പയ്യനെ ഈ അമ്മ കണ്ടെത്തുമെന്ന്. പക്ഷേ നിസ്സഹായയാണ് ഈ അമ്മ. ഒരക്ഷരം പോലും മുഖത്തടിച്ച പോലെയോ മനസ്സ് തറപ്പിച്ചൊന്നു പറയാൻ പോലും കഴിയാതെ നിൽക്കുകയായിരുന്നു വൈജ. അലീന എല്ലാം പറഞ്ഞു തീർന്നപ്പോൾ കൃഷ്ണമോള് കമലയുടെ അടുത്തേക്കായി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് പറയാനുള്ളതെല്ലാം ചേച്ചി പറഞ്ഞില്ലേ? നിങ്ങൾക്ക് സമാധാനമായില്ലേ? ഇനി പോകാൻ ആരാണ് നിങ്ങളോട് പറയേണ്ടതെന്ന്. കമലയ്ക്ക് കൃഷ്ണമോളുടെ ആ വാക്കുകൾ മുഖത്തടിച്ച പോലെയായിരുന്നു. കമല കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, ഒരു വേലക്കാരിക്ക് വേണ്ടിയാണോ കൃഷ്ണേ നീ ഇന്ന് നിൻ്റെ അങ്കിളിൻ്റെ ഭാര്യയോട് ഈ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ അങ്കിളിൻ്റെ ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന്
ആ കരഞ്ഞ് തൊഴുത് പറഞ്ഞു പോയത് എൻ്റെ ചേച്ചിയാണ്, എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചി. അവരെ കരയിപ്പിച്ച ഒരാളോട് ഞാൻ ഇതിൽ കൂടുതൽ മാന്യത കാണിച്ചാൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ലെന്ന്. ഇത് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളുടെ പിന്നാലെ തന്നെ ബബിതയും പോകുന്നുണ്ട്. ബാലചന്ദ്രനും ഒരു രൂക്ഷമായ നോട്ടം കമലയ്ക്ക് നേരെ നോക്കിക്കൊണ്ട് ബാലചന്ദ്രനും ഒന്നും മിണ്ടാതെ തന്നെ അകത്തേക്ക് പോകുന്നുണ്ട്. കമലയ്ക്ക് ഇവർക്കൊക്കെ എന്താണ് ഇങ്ങനെയൊരു മാറ്റം, അല്ലെങ്കിൽ ബബിത പോലും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് കമലയും ആ വീടിൻ്റെ പടിയിറങ്ങുകയാണ്. അലീന കമലയ്ക്ക് കൊടുത്ത ആ വാക്ക് ബാലചന്ദ്രൻ്റെ മനസ്സിനെ വല്ലാതെ നോവിച്ചു. ബാലചന്ദ്രൻ്റെ മനസ്സിനെ മാത്രമല്ല, കേട്ടുനിന്ന ബബിതയ്ക്കും കൃഷ്ണമോൾക്കും വൈജയ്ക്കും എല്ലാവർക്കും അത് വളരെ വിഷമമായിരുന്നു. കാരണം ആരോടും പറയാതെ തന്നെ അലീന മനുവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു. അലീന ആ പറഞ്ഞത് എങ്ങനെയാണ് ഇനി തിരുത്തിയെടുക്കാൻ പറ്റുക എന്നായിരുന്നു എല്ലാവരുടെയും മനസ്സിലെ ചിന്ത. തുടർന്നുള്ള കഥയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.